മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ജയറാമും പാർവതിയും. 19s കാലഘട്ടത്തിലെ പ്രണയ ജോഡികൾ പിന്നീട് വിവാഹിതരാവുകയായിരുന്നു. 1992-ലായിരുന്നു ഇരുവരുടെയും വിവാഹം. അന്ന് ആ വിവാഹം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒന്ന് തന്നെയായിരുന്നു. ഇരുവർക്കും 2 മക്കളാണ്, കാളിദാസും മാളവികയും. ഇരുവരും വിവാഹിതരായി ഇന്ന് വ്യത്യസ്ത കുടുംബങ്ങളിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രണ്ടുപേരും. അതിനിടയിൽ പാർവതിയുടെയും ജയറാമിൻ്റെയും വിശേഷങ്ങളൊക്കെ തന്നെയും അറിയാൻ വേണ്ടി സോഷ്യൽ മീഡിയ കാത്തിരിക്കാറുണ്ട്. മാത്രമല്ല, ഇരുവരുടെയും മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞതോടെ ഇരുവരുടെയും കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെയും പ്രേക്ഷകർക്ക് അറിയാനും കേൾക്കാനും വലിയ ഇഷ്ടം തന്നെയാണ്. ഇന്ന് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മാതൃകാ ദമ്പതികൾ കൂടിയാണ് ഇരുവരും. സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യം തന്നെ. ജയറാമിൻ്റെ ഭാര്യയും നടിയുമായ പാർവതി ജയറാം സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. പ്രത്യേകിച്ച് തൻ്റെ മോഡലിംഗ് ചിത്രങ്ങളും. ആ കൂട്ടത്തിൽ താരത്തിൻ്റെ പല ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുമ്പോൾ പലതും പറഞ്ഞ് അതിലേറെ ശ്രദ്ധ നേടിയെന്ന വിമർശനമായിരുന്നു ജയറാമിൻ്റെ ഭാര്യയായ പാർവതിക്ക്. ഇതെന്തു പറ്റി, മെലിഞ്ഞപ്പോൾ ഒട്ടും ഭംഗിയില്ല, ഇത്രമാത്രം മെലിയണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ കമൻസുമായി എത്തിയത്. ഒടുവിൽ ഇപ്പോഴിതാ ഈ ഒരു വിമർശനത്തിന് പ്രതികരിച്ചുകൊണ്ട് ഒരു അഭിഭാഷക രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ കുറിപ്പാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടിയത്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാനിപ്പോൾ എൻ്റെ 30കളുടെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടുത്തിടെ ഞാനൊരു പോസ്റ്റ് കണ്ടു, ജയറാമിൻ്റേത് പാർവതിയുടേതും. അവരുടെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ അവരുടെ കമൻസ് കണ്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. പലതരത്തിലുള്ള മോശപ്പെട്ട കമൻറ്റുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പാർവതിയെ കണ്ടാൽ ഇപ്പോൾ വയസ്സായെന്ന് തോന്നുമെന്നും ഷുഗർ പേഷ്യൻ്റ് ആണോ എന്നൊക്കെ തന്നെയാണ് പലർക്കും അറിയേണ്ടത്. ഈ കമൻറ്റുകൾ വായിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കുറിപ്പ് ഇവിടെ പങ്കുവെക്കുന്നത്. ഒരു ഫോട്ടോയ്ക്ക് താഴെ എന്തിനാണ് ഇത്രമാത്രം നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നത്? നിങ്ങളുടെ സ്വന്തം പങ്കാളിക്കോ മക്കൾക്കോ കുടുംബത്തിലുള്ളവർക്കോ സുഹൃത്തുക്കൾക്കോ ആണ് ഈ പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ അവരുടെ പോസ്റ്റുകൾക്ക് താഴെയും കമൻസൊക്കെ ഇടാറുണ്ടോ? അതല്ലാതെ മുഖത്ത് നോക്കി പറയുമോ എന്നാണ് ഈ അഭിഭാഷക കുറിച്ചിരിക്കുന്നത്. കുറിപ്പിലൂടെ മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഒരു ശരീരമുണ്ട്. നമ്മൾ നമ്മുടെ ശരീരത്തെ മുന്നോട്ട് നോക്കി കൊണ്ടുപോവുക എന്ന് മാത്രമേ ഉള്ളൂ എന്നും മറ്റുള്ളവരെ പലതും പറഞ്ഞ് ബോഡി ഷേമിംഗ് നടത്തേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അഭിഭാഷിക സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയത്. ആ സോഷ്യൽ മീഡിയ കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആളിക്കത്തുകയും പ്രേക്ഷകരെല്ലാവരും തന്നെ അതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ശരീരം മെലിഞ്ഞതാണ് പ്രശ്നമെങ്കിൽ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അതൊന്നും മറ്റുള്ളവർ നോക്കേണ്ടതില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അനുകൂലിച്ചുകൊണ്ട് നിരവധി പേരാണ് കമൻസുകളും രേഖപ്പെടുത്തിയത്. മലയാള ആരാധകരുടെ മാതൃകാ ദമ്പതികളാണ് നടൻ ജയറാമും പാർവതിയും. ജയറാമിനേക്കാൾ ഇപ്പോൾ പാർവതിക്ക് വയസ്സ് തോന്നിക്കുന്നു എന്ന തരത്തിലുള്ള കമൻസുകളായിരുന്നു ഈ അടുത്തായി കൂടുതൽ കാണപ്പെടുന്നത്.